എസ് ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റേഴ്സ് പരസ്പരം ഡോളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. എസ് ഗ്രൂപ്പിൻ്റെ അക്കൗണ്ട് ത്രൂ തന്നെയാണ്. പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയാണ് അത് വേണ്ടി വരിക. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എസ് ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആ ഡാഷ്ബോർഡ് കാണാം. ഡാഷ്ബോർഡ് ആയിരിക്കും ആദ്യം വരിക. ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് കോർണറിൽ ഒരു ബ്ലാക്ക് ബോക്സ് കാണാം, 3 ലൈനൊക്കെ ആയിട്ട്. അതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മെനു വരിക. ഡാഷ്ബോർഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസ്, കരിയർ, ന്യൂസ്, ഇങ്ങനെ പല ഹെഡേഴ്സ് കാണാം. അപ്പോൾ ഈ ഒരു ആവശ്യത്തിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്, അറിയാമല്ലോ, പല കാര്യങ്ങൾക്കായിട്ട് ആവശ്യമുള്ളതാണ്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഫണ്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫിനാൻസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിഷനാണ്. ആ ഒരു ഹെഡർ നിങ്ങൾക്ക് കാണാം. 4ാമത് വരുന്ന ആ ഒരു ഹെഡർ ഫിനാൻസ് ആണ്. ആ ഫൈനാൻസിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫീൽഡിലേക്ക് പോകും. ഓക്കെ, നമ്മൾ ഫിനാൻസിൽ ടാപ്പ് ചെയ്തപ്പം മറ്റൊരു പേജിലേക്കാണ് വരുന്നത്. അവിടെ നമുക്ക് 2 ഫീൽഡ് കാണാം. ആഡ് ഫണ്ട്സ് എന്നൊരു ഫീൽഡുണ്ട്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ ടു യൂസർ. അവിടെ ട്രാൻസ്ഫർ ടു യൂസറിനകത്ത് നമുക്ക് കറൻസി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ വിൻഡോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിനകത്ത് ബൈ ഡിഫാൾട്ട് കിടക്കുന്ന SWCT ആണ്. SWCT ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് ഫീൽഡ് നമ്മൾ എത്രയാണ് അക്കൗണ്ടിൽ ഇപ്പോൾ എമൗണ്ട് ഉള്ളതെന്ന് വെച്ചാൽ അത് അതിൽ കാണിക്കുന്നുണ്ടാവും. നമ്മൾ SWCT എന്നുള്ള ആ ഒരു ഫീൽഡില്ലേ, അത് ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ താഴോട്ട് കോയിൻസ് കാണാം. SWCT, SWP. അപ്പോൾ SGCT സെലക്ട് ചെയ്തു. നിങ്ങൾ SGCT ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു. അപ്പം അതിനകത്ത് അക്കൗണ്ടിലുള്ള എമൗണ്ട് എത്രയാണെന്ന് കാണിക്കും. നമുക്ക് എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സപ്പോസ് ഞാൻ ഒരു 200 SGCT ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ നിക്ക് നെയിം എന്ന് പറഞ്ഞുള്ള ഓപ്ഷനുണ്ട്. അത് എല്ലാ ആൾക്കാർക്കും ഒരു നിക്ക് നെയിമിലാണ് അറിയപ്പെടുക, അറിയാമല്ലോ. നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ നിക്ക് നെയിമാണ്, അറിയാമല്ലോ. പക്ഷേ അത് യുണീക്കായിരിക്കും, ഒരാൾക്ക് മാത്രമേ ആ ഒരു പേരുണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിക്ക് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പെല്ലിംഗ് കറക്റ്റാണോ എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. കഴിവതും കറക്റ്റ് ചെയ്ത് കൊടുക്കാതെ, ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരാൾക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ യൂസർ നെയിം അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് ഒഴിവാക്കാം. കാരണം വെച്ചാൽ ഈ നിക്ക് നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നത്. ഇപ്പം നമ്മുടെ ഒരു ഡെമോയ്ക്ക് വേണ്ടി ഞാനൊരു പേര് കൊടുക്കുന്നു, ABCDEFGH ഒരു പേര് കൊടുക്കുക. ഒരു പക്ഷേ ആ പേരിൽ ചിലപ്പം ആരെങ്കിലും ഉണ്ടാവാം, നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അത് സ്പെല്ലിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേര് ഉള്ള ആരാന്ന് വെച്ചാൽ അവർക്ക് അതൊക്കെ അത് ട്രാൻസ്ഫർ ചെയ്ത് പോകും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, ഞാനിവിടെ ABCD അടിച്ചു കൊടുത്തു, ഒരു നിക്ക് നെയിം കൊടുത്തു, ഞാൻ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തു. ABCDEFGH എന്ന് പറഞ്ഞിട്ടൊരു യൂസറുണ്ട്. യൂസർ ഒരു 5% ലെവലിലുള്ള ഒരു യൂസറുണ്ട്. അതുകൊണ്ടാണ് അത് അവിടെ കാണിക്കുന്നത്. ഞാനിവിടെ കൺഫേം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് OTP വരും. OTP കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അയാളുടെ അക്കൗണ്ടിലേക്കായിരിക്കും എമൗണ്ട് പോവുക. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ OTP വരും. നമ്മൾ ടെലഗ്രാമിലോ ഇമെയിലോ OTP വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കൺഫേംഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. പിന്നീട് നമ്മുടെ ഫൈനാൻസിൻ്റെ ഓപ്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫർ എൻട്രി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഫണ്ട് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രാൻസ്ഫർ ചാർജ് $1 ആപ്ലിക്കബിൾ ആയിരിക്കും. ഇത്ര വലിയ എമൗണ്ട് ആണെങ്കിൽ പോലും $1 ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ അഡീഷണലായിട്ട് $1 കൂടെ ഉണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാം. ഇത് നോക്കിയാൽ അറിയാം, നമ്മൾ $200 ട്രാൻസ്ഫർ ചെയ്യുന്നത്. $201 ടോട്ടൽ കാണിച്ചിട്ടുള്ളത്. $1 ട്രാൻസ്ഫർ ചാർജാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. താങ്ക് യു.